പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. ഫേസ്ബുക്കിലെ ഹൈമനൂത്തോ ഗ്രൂപ്പിൻ്റെ പേജിലാണ് ഇപ്പോൾ ഈ ലൈവ് വന്നിരിക്കുന്നത്. ഹൈമനൂത്തോ ഗ്രൂപ്പിൻ്റെ ചുമതലക്കാർ ദൈവിക ത്രിയേകത്വം എന്ന വിഷയത്തിൽ ഒരു ലൈവ് ചെയ്യുവാൻ എന്നോട് ആവശ്യപ്പെട്ടതിനാണ് ഇന്ന് ലൈവ് വന്നിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ബൈബിള് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങിയാൽ ആദ്യത്തെ പുസ്തകം, ആദ്യത്തെ അധ്യായം, ആദ്യത്തെ വാക്യത്തിൽ ദൈവം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ദൈവത്തെ പറ്റി ഒരു മുഖവുര ബൈബിൾ നൽകുന്നില്ല. നമ്മളിങ്ങനെ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം എന്ന് പറഞ്ഞാണ് ബൈബിൾ തുടങ്ങുന്നത്. അപ്പം അതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, ഹൂ ഈസ് ഗോഡ്, വാട്ട് ഈസ് ഹിസ് നേച്ചർ, അങ്ങനെയൊന്നും തരുന്നില്ല. ദൈവം എന്ന് പറഞ്ഞാണ് ബൈബിൾ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുന്നത്? അപ്പം നമ്മൾ ദൈവത്തെ പറ്റിയുള്ള ഒരു ധാരണ ഉള്ള ആളുകളാണ് ഈ ബൈബിള് വായിക്കേണ്ടത്. ഇത് ഈ സോളാ സ്ക്രിപ്ചറ എന്ന വാദത്തിന് ഒരു കനത്ത തിരിച്ചടിയാണ്. കാരണം ദൈവം ആരാണ് എന്ന് ഈ സോളാ സ്ക്രിപ്ചറ വെളിപ്പെടുത്തുന്നില്ല. ഈ സോളാ സ്ക്രിപ്ചറ അല്ലെങ്കിൽ തിരുവെഴുത്തു മാത്രം എന്നുള്ള ആ വാദം അംഗീകരിക്കണമെങ്കിൽ ആദ്യം ദൈവം ആരാണ് എന്നുള്ള ഒരു വിശുദ്ധീകരണം ആ ബൈബിളിൽ നൽകണം. അങ്ങനെ നൽകിയിട്ട് മാത്രമേ ഈ ബൈബിൾ തുടങ്ങാൻ പറ്റൂ. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ബൈബിളിനകത്ത് എല്ലാം ഉണ്ട്. അപ്പം ദൈവം എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ച് മുൻധാരണയുള്ളവരാണ് ഇത് വായിക്കേണ്ടത്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണ എന്താണ്? നമ്മളിങ്ങനെ ബൈബിളിലെടുത്ത് വായിക്കുന്ന ഒരാൾ ദൈവം. അപ്പം ദൈവം ആരാണ്? അപ്പം ദൈവം നമ്മെ പോലെ ഒരാളാണ്. അങ്ങനെ ഒരു ധാരണ പൊതുവെ ഉണ്ട്. പ്രത്യേകിച്ച് ബൈബിളിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ദൈവം ഏകനാകുന്നു, അല്ലെ ദൈവം ഏകനാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നത് കൊണ്ട് നമ്മൾ ചിന്തിക്കും ഒരു മനുഷ്യൻ ഏകൻ, എ സിംഗിൾ പേഴ്സൺ. അപ്പൊ അതുപോലെ ഒരു വ്യക്തി. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ദൈവം, ആദിയിൽ ദൈവം. അപ്പം നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് സിംഗുലർ ഫോമിലാണ്, ഏകവചനമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം നമ്മൾ വായിക്കുന്ന ഒരാൾ മനസ്സിലാക്കുകയാണ് ദൈവം, കാരണം അപ്പം സിംഗുലർ ആണ്, പിന്നെ അതൊരു വ്യക്തിയാണ്. നമുക്ക് നമ്മുടെ അകത്ത് ഉണ്ടാകുന്ന ഒരു ധാരണയാണ് ഈ സാധാരണ വായിക്കുന്ന ആൾക്ക് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടോ? ബൈബിൾ എവിടെയെങ്കിലും ദൈവം എന്നാൽ ഒരാളാണ്, അല്ലെങ്കിൽ ഗോഡ് ഈസ് എ പേഴ്സൺ, അങ്ങനെ എവിടെയാ പറഞ്ഞേ? അപ്പൊ നമുക്ക് ചുമ്മാ തോന്നുകയാണ് ഗോഡ് ഈസ് എ പേഴ്സൺ. പക്ഷെ നമ്മൾ വായിക്കുന്നത് ഇൻ ദ ബിഗിനിങ് എലോഹിം. അപ്പം ആദിയിൽ എലോഹിം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്പൊ എലോഹിം എന്നാൽ ഒരു ബഹുവചനമാണ്, ഒരു ബഹുവചന രൂപമാണ്. ആദിയിൽ എലോഹിം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്പൊ എലോഹിം എന്നാൽ ഏകവചനമല്ല, അതൊരു ബഹുവചനമാണ്. അപ്പൊ സൃഷ്ടിച്ചത് ആരാണോ ആ സൃഷ്ടിച്ച ദൈവത്തിൽ ഒരു ബഹുത്വം ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇവാഞ്ചലിക്കൽക്കാരുടെ
തമാശകളൊക്കെ കാണാം. അവർ തമ്മിലുള്ള തർക്കം, എലോഹീം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ തർക്കിക്കുന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ ആരാണ് സൃഷ്ടിച്ചത്? ഈ സകലത്തെയും സൃഷ്ടിച്ചത് ആരാണ്? എലോഹീം. അപ്പൊ ആദിയിൽ എലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഗോഡ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗോഡ്. അപ്പൊ ഈ ഗോഡ് അബ്രിവേറ്റഡ് ഫോം ആയിട്ട് ചില ആളുകൾ ഉപയോഗിക്കും. ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ. ഇതൊരു ആധികാരികമായ ഒരു പഠനമല്ല ഞാൻ പറയുന്നത്. പൊതുവെ അങ്ങനെ ഗോഡ് എന്ന് പറയുമ്പം സാധാരണ അത് എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. ഗോഡ് എന്ന് പറഞ്ഞാൽ ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതാണ് ഗോഡ്. അപ്പൊ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും, the creator one, the one who sustains everything and one who can destroy or consume it everything, God. God, G-O-D. അപ്പൊ അങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ ആളുകൾ, ഇപ്പൊ ന്യൂസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും NEWS, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ന്യൂസ് ആക്ച്വലി ന്യൂസ് എന്ന് പറഞ്ഞാൽ വാർത്തയാണ്. അത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് അല്ല. പക്ഷെ നോർത്തിൽ നിന്നും, ഈസ്റ്റിൽ നിന്നും, വെസ്റ്റിൽ നിന്നും, സൗത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളിൽ നിന്നും വരുന്നു. അതുകൊണ്ട് ന്യൂസ് എന്ന് പറയുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇതാണ് ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗോഡ് എന്ന് പറയുമ്പം ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമ്മുടെ അകത്ത് അറിഞ്ഞോ അറിയാതെയോ കയറി പറ്റിയ ഒരു ധാരണയാണ്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആരാണ്? അതൊരു പേഴ്സൺ ആണ് എന്നുള്ള മുൻധാരണകളെ മാറ്റിവെക്കുക. ഗോഡ് എന്ന് പറഞ്ഞാൽ ഇത് സൃഷ്ടിച്ചത്, ഇത് ഡിസൈൻ ചെയ്തത്, ഇതിനെ താങ്ങി നിർത്തുന്നത്, ഇനി ഇതിനൊരു ഫൈനൽ കൾമിനേഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് നയിക്കുന്നത്. അതാണ് പവർഫുൾ, ഓൾ നോവിങ്, ഓൾ മൈറ്റി, ഓംനിപ്രസന്റ്, അല്ലെ? സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. അപ്പൊ ദൈവം ആരാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക. കാരണം ബൈബിൾ നമ്മളോട് പറയുന്നില്ല, ദർ ഇസ് നോ പ്രിയാമ്പിൾ. അപ്പം നമുക്കൊരു ആമുഖമൊന്നും ബൈബിളിൽ കിട്ടുന്നില്ല. ദൈവം എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പൊ നമ്മൾ ദൈവം ആരാണ് എന്ന് ചിന്തിക്കുക. അപ്പൊ ഈ ദൈവം ആരാണ്? ഒരു ഉപഗ്രഹം ഈ ഭൂമിയിൽ നിന്ന്, അതിന്റെ 35,000 കിലോമീറ്റർ അകലെയാണ് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥം. 35,000 കിലോമീറ്റർ അകലെയുള്ള ആ ഭ്രമണപഥത്തിലേക്ക് ഒരു ഉപഗ്രഹത്തെ അയക്കുമ്പം 2 മണിക്കൂർ കൊണ്ട് ഏകദേശം 3 കോടി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ടാണ് ഈ ഉപഗ്രഹം പോകുന്നത്. പറഞ്ഞാൽ സാധാരണ ഒരു ഹ്യൂമൻ ബ്രെയിൻ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിധിക്കൊക്കെ അപ്പുറത്താണ്. അപ്പം എത്രയോ ശാസ്ത്രശാഖകളുടെ ഒരുമിച്ചുള്ള പ്രയത്നം കൊണ്ടാണ്, സംഭാവനകൾ കൊണ്ടാണ് ഒരു ഉപഗ്രഹത്തെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്, അല്ലേ? അതിനകത്ത് തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്. അങ്ങനെ പല ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് എല്ലാം ഉൾപ്പെട്ടിട്ടാണ്, മാത്തമാറ്റിക്സും എല്ലാം ഉപയോഗിച്ചാണ് ഇത് പോകുന്നത്. ഒരു ഉപഗ്രഹം വിടുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഭൂമി ഈ പ്രപഞ്ചത്തിലെ ഒരു ധൂളി മാത്രമാണ്. അപ്പൊ ഈ മഹാപ്രപഞ്ചത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഈ കോടാനുകോടി വർഷമായിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ ഇത് മുഴുവൻ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുടെ ബുദ്ധിവൈഭവം, ഈ ഹൂ ഈസ് ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ്, വിസിബിൾ ഓർ ഇൻവിസിബിൾ, ഇത് യൂണിവേഴ്സിന്റെ പുറകിലുള്ള അതാരാണോ ദൈവം എന്ന് നമ്മൾ പറയുന്നത്, ആ ദൈവം ആരാണ്? അത് ഓംനിഷ്യന്റ്, സർവജ്ഞാനിയാണ്. ഇതിനെ താങ്ങി നിർത്തുന്ന ദൈവം സർവശക്തനാണ്. പിന്നെ ഈ ഭൂമിക്ക് എന്തോ ഒരു പഴക്കമുണ്ട്. അപ്പൊ ഈ പഴക്കം കൊണ്ട് എത്രയോ കോടാനുകോടി വർഷം പഴക്കമുള്ള പാറയൊക്കെ കണ്ടെടുക്കുകയാണ്. അപ്പം അത്രയും കോടി വർഷത്തിന് മുമ്പും ഉള്ളവനും ഇപ്പോഴും പഴകിപ്പോകാത്തവനും വാർദ്ധക്യം ബാധിക്കാത്തവനും ക്ഷീണം ബാധിക്കാത്തവനും ആയി ഉള്ള ഒരു ദൈവം. അപ്പൊ ആ ദൈവം എന്താണ്? എവർലാസ്റ്റിംഗ്, നിത്യനാണ്, എവർലാസ്റ്റിംഗ്. അപ്പോൾ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുകയാണ്. എവർലാസ്റ്റിംഗ് ആണ്, സെൽഫ് സഫിഷ്യന്റ്, സെൽഫ് എക്സിസ്റ്റന്റ്. അപ്പോൾ സ്വയം സ്ഥിതനാണ്, സ്വയം പര്യാപ്തനാണ്, നിത്യനാണ്.
അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ദ വിസിബിൾ യൂണിവേഴ്സ് ഈസ് അവർ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ദൈവത്തെ സംബന്ധിക്കുന്ന നമ്മുടെ ആദ്യത്തെ പാഠപുസ്തകം ഈ പ്രപഞ്ചമാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് ധാരണകൾ ഉണ്ടാകുകയാണ്. ദൈവം ആരാണ്? ദൈവം സർവശക്തനാണ്, ദൈവം സ്വയം സ്ഥിതനാണ്, ദൈവം സ്വയം പര്യാപ്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഇതിനെ പരിപാലിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഗോഡ്. അപ്പൊ ഈ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തി എന്നുള്ള ആ ധാരണയിൽ നിന്ന് ഒരല്പം മാറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം ഇതിന്റെ എല്ലാം ചുമതലക്കാരനാണ്. ഈ പ്രപഞ്ചത്തിന്റെ കാവൽക്കാരനും ചുമതലക്കാരനും ഉടമസ്ഥനും നിർമ്മാതാവും എല്ലാമാണ് ദൈവം. ദൈവം ഒരു അധികാര സ്ഥാനമാണ്. അധികാരം. ഇപ്പൊ നിങ്ങൾ ഇനി ദൈവം എന്ന് പറയുമ്പോൾ അല്ലെ ദൈവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി എന്നുള്ള ചിന്ത അങ്ങ് മാറ്റിയിട്ട് ഒരധികാരം എന്ന ഒരു ചിന്തയെ രൂപപ്പെടുത്തുക. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നല്ലതായിരിക്കും. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ആൻ അതോറിറ്റി റാദർ ദാൻ എ പേഴ്സൺ. ഒരു വ്യക്തി എന്നതിലുപരി ഒരു അധികാരമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക. അപ്പോൾ അതോറിറ്റി അങ്ങനെ വെച്ചിട്ട് ആദിയിൽ ആ അധികാരം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. സൻ അതോറിറ്റി, ഹയസ്റ്റ് അതോറിറ്റി. ആ അതോറിറ്റിയാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത്. അപ്പൊ ആരാണ് അതോറിറ്റി? അപ്പൊ അത് നമ്മൾ ബൈബിൾ പുറങ്ങളിലൂടെ പോവുക. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനെല്ലാം കൂടെ ഒരു അതോറിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കൺക്ലൂഷനിലെത്താതെ സ്ലോവില് മുന്നോട്ട് പോകണം. അപ്പം ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ഈ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇനി 1:26 വരുമ്പോൾ അനന്തരം ദൈവം നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കും. ലെറ്റ് us മേക്ക് man. കണ്ടോ? അപ്പൊ ഗോഡ് സ്പോക്ക് ടു someone. ദൈവം സംസാരിക്കുന്നു. ദൈവം ആരോടാണ് സംസാരിക്കുന്നത്? ദൈവം ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ആരോടാണ് സംസാരിക്കുന്നത്? നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. ദൈവം ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ആരോടോ സംസാരിക്കുന്നു. നാം. അപ്പൊ സൃഷ്ടിക്കുന്ന ആരാണ്? നാം. അപ്പൊ there is a co-creator. അപ്പോൾ ഒരു സൃഷ്ടികർമ്മത്തിൽ പങ്കാളിത്തമുള്ള someone is there. അപ്പൊ someone is there who has a part in the creation. അപ്പൊ ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? സൃഷ്ടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളോ? ഇതൊന്നും ആർക്കും തർക്കിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അവിടെ പറയാണ് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ നമുക്ക് സൃഷ്ടിക്കാം. അപ്പൊ ആരോടാ പറഞ്ഞത്? ദൈവം സ്വയം പിറുപിറുത്തു എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട്. പിന്നെയുണ്ട് ഈ രാജാക്കന്മാരൊക്കെ പറയല്ലോ നാം കൽപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ബഹുമാനത്തിൽ ദൈവം സ്വയം ബഹുമാനിച്ച് അങ്ങനെ പറഞ്ഞതാണെന്ന് വാദിക്കുന്നവരുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നുണ്ട് ദൂതന്മാരോടാണ് പറഞ്ഞത് നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ദൈവത്തിന്റെയും ദൂതന്മാരുടെയും സ്വരൂപവും സാദൃശ്യവും ഒന്നാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അത് മാത്രമല്ല ദൂതന്മാരുടെയും നമ്മുടെയും സാദൃശ്യവും സ്വരൂപവും ഒന്നാണെന്നും സമ്മതിക്കേണ്ടി വരും. അപ്പൊ ദൈവവും ദൂതന്മാരും നമ്മളും ഒരേ സാദൃശ്യവും സ്വരൂപമാണെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ ഒരു പഠനത്തിലേക്ക് പോയാൽ അപ്പൊ ദൈവം ആരോടോ പറഞ്ഞു നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ ദൈവം ആരോട് പറഞ്ഞു? ഇനി പറഞ്ഞത് നാം എന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്. നാം നിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനല്ല. നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം.
അവിടെ ഒന്നിലധികം വ്യക്തികൾ ഈ അധികാര സ്ഥാനത്തിൽ ഉണ്ട്. അപ്പൊ ഗോഡ്, ദൈവം എന്ന് പറയുന്ന ഈ അധികാര സ്ഥാനത്തിൽ ഒന്നിലധികം വ്യക്തികളുണ്ട് എന്നുള്ള ഒരു ധാരണ നമുക്ക് അവിടെ കിട്ടുകയാണ്. ആ വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്? കാരണം അവിടെ പറയുന്നു നമ്മുടെ സ്വരൂപം, നമ്മുടെ സാദൃശ്യം. അപ്പൊ എൻ്റെ നിന്റെ എന്നില്ല. അപ്പൊ അവിടെ ഒരു യൂണിറ്റി, നമ്മുടെ സ്വരൂപം, നമ്മുടെ സ്വരൂപങ്ങളല്ല, നമ്മുടെ സ്വരൂപം. അപ്പൊ ആ സ്വരൂപത്തിൽ ഒന്നായിത്തീരുന്ന ഒന്നിലധികം വ്യക്തികൾ ഉണ്ട്. അപ്പൊ സ്വരൂപത്തിൽ ഒന്നായിത്തീരുന്ന ഒന്നിലധികം വ്യക്തികൾ. അപ്പം ഐക്യത വരുന്നത് നിങ്ങൾ നോക്കുക. നാം നമ്മുടെ സ്വരൂപത്തിൽ. അപ്പൊ സ്വരൂപം എന്നതിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുക. റിലേഷൻഷിപ്പ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ സഹോദരനും ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. എങ്ങനെയാ റിലേഷൻഷിപ്പ് വരുന്നേ? അപ്പൊ കോമൺ ആയിട്ടൊന്നും വരും. നമ്മുടെ അപ്പൻ ആണോ? അപ്പൊ ഒരു സിംഗുലാരിറ്റി വരിക, നമ്മുടെ അപ്പൻ. അപ്പം അജയനും വിജയനും ഉണ്ട്. അപ്പൊ അജയനും വിജയനും സഹോദരങ്ങളാണ്. അപ്പൊ അജയനും വിജയനും പറയാം നമ്മുടെ അപ്പൻ. പക്ഷെ നമ്മുടെ അപ്പന്മാർ എന്നായ പിന്നെ റിലേഷൻഷിപ്പ് ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ വഴി കാണുന്ന ആളുകളായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല. കാരണം എന്നാ? അവന്റെ അപ്പനല്ല നമ്മുടെ അപ്പൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ്. അപ്പൊ റിലേഷൻഷിപ്പ് വരണമെങ്കിൽ എന്തോ ഒരു സിംഗുലാരിറ്റി എവിടെയെങ്കിലും, ഒന്നിൽ അമ്മ ഒന്നാണ്, അല്ലെ അപ്പൻ ഒന്നാണ്, അല്ലെ എന്തോ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ ഇവിടെ ഈ ദൈവത്തിൽ സംസാരിക്കുന്ന ഈ വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് ആ റിലേഷൻഷിപ്പ്? സ്വരൂപം. അപ്പൊ സ്വരൂപം, നമ്മുടെ സ്വരൂപം. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ ഒന്നിലധികം there are more than one person is there in that authority. അപ്പൊ ആ പേഴ്സൺ, ഒന്നിലധികം പേഴ്സൺസ് ഉണ്ട്. ആ പേഴ്സൺസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അപ്പൊ ആശയവിനിമയമുണ്ട്, അവർ തമ്മിൽ ബന്ധമുണ്ട്. ഇന്നത്തെ കാലത്ത് ബന്ധം ഉണ്ടെങ്കിലും ആശയവിനിമയം ഉണ്ടാകണമെന്നില്ല. ആശയവിനിമയം ഇല്ലാതെ അയൽപക്കത്ത് താമസിക്കുന്ന ബന്ധുക്കളുണ്ട്. അപ്പൊ ഇവിടെ ബന്ധമുണ്ട്, ആശയവിനിമയമുണ്ട്, പിന്നെ അവർ തമ്മിൽ ഐക്യമുണ്ട്. അപ്പൊ നമ്മൾ കാണുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പൊ ഒരു പേഴ്സണാലിറ്റി, ഈ പേഴ്സണാലിറ്റി, ദൈവത്തിന്റെ ഒരു പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണ്. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്. അപ്പൊ ആരോഗ്യകരമായ ഒരു വ്യക്തിത്വം, അതിന് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് നമുക്ക് നിങ്ങൾ നെറ്റിൽ നോക്കി കാണുന്ന ഒരുപാടെണ്ണം കാണാൻ പറ്റും സൈക്കോളജിയിൽ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒബ്ജക്റ്റിവിറ്റി, 2 സബ്ജക്റ്റിവിറ്റി, 3 എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ 1 ഒബ്ജക്റ്റിവിറ്റി ആണ്. സബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെയാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് റിയാലിറ്റി. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആരോഗ്യമുള്ള മനസ്സിന്റെ ഉടമയാണ് ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാളെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും. നിങ്ങൾ എന്ന് പറയാം, ഡോക്ടർ ഇയാൾക്ക് എന്തോ കുഴപ്പമാണ്. അപ്പൊ ആ മനോരോഗ വിദഗ്ധനായ ആ ഡോക്ടർ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേശപ്പുറത്തിരിക്കുന്ന ഫ്ലവർ വേസ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണ്. അപ്പൊ ഈ കൊണ്ടുവന്ന ആൾ പറയാണ് അതൊരു ഫ്ലവർ വേസ് ആണ്. അപ്പൊ അടുത്ത പേപ്പർ വെയിറ്റ് എടുത്ത് കാണിക്കും ഇതെന്താ, ഒരു പേപ്പർ വെയിറ്റ് ആണ്. പിന്നെ ഒരു പേന കാണിക്കും ഇതെന്താണ്, പേനയാണ്. മുകളിലേക്ക് ചൂണ്ടി കാണിക്കുക അതെന്താണ്, അതൊരു ഫാനാണ്. അപ്പൊ ഡോക്ടർ അനലൈസ് ചെയ്യാണ്, വിലയിരുത്താണ്, ഒബ്ജക്റ്റിവിറ്റി പാസ് ചെയ്യുക. ഇയാൾ പാസ്ഡ്. കാരണം കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതൊരു ഫോട്ടോയാണ്, ഇതൊരു സ്പീക്കറാണ്, അതൊരു പൂവാണ്, ഇതൊരു ഷർട്ടാണ്, അതൊരു ഫാനാണ്, ഇങ്ങനെ തിരിച്ചറിയാം. അതിനെയാണ് ഈ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് എന്നുള്ള ബോധ്യമാണ്, ആത്മബോധ്യമാണ്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ, നമുക്ക് സംസാരിക്കുമ്പോൾ സുബോധത്തോടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതാണ് ഇവിടെ കണ്ടത്. അനന്തരം നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പം അവിടെ ദൈവത്തിന്റെ
ഒബ്ജക്റ്റിവിറ്റി നമ്മൾ കാണുന്നു, സബ്ജക്റ്റിവിറ്റി കാണുന്നു, കമ്മ്യൂണിക്കേറ്റിംഗ് എബിലിറ്റി നമ്മൾ കാണുന്നു. കൃത്യമായിട്ട് അറിയത്തില്ല. ലെറ്റസ് മേക്ക് മേൻ, ഒരു കമ്മ്യൂണിക്കേഷൻ, ലെറ്റസ് മേക്ക് മേൻ. ഇപ്പം അവിടെ പറയാണ് നാം, അപ്പം ഒന്നിലധികം ആളുകളുണ്ട്, നമ്മുടെ സ്വരൂപം, അപ്പം അതിൻ്റെ ആത്മനിഷ്ഠ യാഥാർത്ഥ്യം വരുന്നു, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം വരുന്നു, അതിനകത്ത് ആശയവിനിമയം വരുന്നു. ഇതാണ് ദൈവം. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഈ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ നിന്ന് കിട്ടുന്ന ചില ആശയങ്ങളാണ്. നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ഇനി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യർ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പൊ നമ്മിൽ ആരെ പോലെ? പർട്ടിക്കുലർ ഒരു വ്യക്തിയല്ല, നമ്മിൽ ഒരുത്തനെ പോലെ. ഹി ബിക്കെയിം ജസ്റ്റ് ലൈക്ക് വൺ അമംഗ് us. അപ്പൊ നമ്മിൽ ഒരുത്തനെ പോലെ, അപ്പൊ നമ്മെ പോലെ, നമ്മിൽ ഒരുത്തനെ പോലെ. അപ്പൊ നമ്മിൽ ഒന്നിലധികം ആളുകളുണ്ട്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3:22 നോക്കുക. നമ്മിൽ ഒരുത്തനെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മിൽ ഒന്നിലധികം ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മിൽ ഒരുത്തനെ പോലെ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മിൽ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? എന്നെ പല ആളുകളും കേൾക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനീയ സ്നേഹിതൻ മുഹമ്മദ് ഈസ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇപ്പൊ എഴുതി, അതൊക്കെ ഏഞ്ചൽസ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമ്മിൽ എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്, ദൈവം മലാഖമാരെ കൂടെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാണ് തന്റെ കൂടെ ചേർത്തിട്ട് നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. അപ്പൊ നമ്മിൽ ആരെ പോലെയാ? ദൂതനെ പോലെയാണോ, ദൈവത്തെ പോലെയാണോ, അതോ ദൈവവും ദൂതനുമായിട്ട് വ്യത്യാസമില്ലയോ എന്നുള്ളത് ചെറിയൊരു ആശയക്കുഴപ്പം വരുന്നുണ്ട്. അപ്പൊ നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. അപ്പം ഇവിടെ ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികളുണ്ടെന്നും ആ വ്യക്തികളിൽ ഒരാളെ പോലെ ആയി തീർന്നിരിക്കുന്നു എന്നുമാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ ഇനി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. അപ്പം ദൈവം ഓരോന്നും സൃഷ്ടിച്ചിട്ട് അതൊക്കെ നല്ലതെന്ന് കാണുന്നുണ്ട്. ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലത് ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്ന് നല്ലതെന്ന് ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു. അങ്ങനെയെല്ലാം കണ്ട് വന്ന് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത് എഴുതിയിട്ടില്ല. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് എഴുതിയിട്ടില്ല. അപ്പം മനുഷ്യന്റെ സൃഷ്ടി അത്ര നല്ലതല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം ബാക്കി എല്ലാത്തിനും ആ അടിക്കുറിപ്പുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവിടെ നോക്കുമ്പം അവിടെ നല്ലത് എന്ന് ദൈവം കണ്ടെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയിലെ ഒരു അപൂർണത താഴെ പറയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പം മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ ഒരു അപൂർണത എന്താണ്? അവന്റെ ഏകാന്തതയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞത്? കാരണം ദൈവം ഏകനല്ല. മനസ്സിലായോ? അപ്പം മനുഷ്യന്റെ ഏകാന്തത നല്ലതല്ല എന്ന് ദൈവം കാണുകയാണ്. മനുഷ്യന്റെ ഏകാന്തത നല്ലതല്ല. കാരണം അവനൊരു ഹെൽത്തി പേഴ്സൺ ആകണമെങ്കിൽ അവൻ ഈ ഒബ്ജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റിയും കമ്മ്യൂണിക്കേഷനും ഉണ്ടാകണം. അപ്പം അവന് വസ്തുയാഥാർത്ഥ്യങ്ങളും ആത്മയാഥാർത്ഥ്യങ്ങളും ആശയവിനിമയങ്ങളും ഒക്കെ ഉണ്ടാകണം. അപ്പൊ അതിന് ഒരാളൂടെ ഉണ്ടേലേ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ഏകനായിട്ട് സൃഷ്ടിച്ചു, ഏകനായിട്ട് അവിടെ നിർത്തിയാൽ അവൻ ഒരിക്കലും പൂർണ്ണനാകത്തില്ല. കാരണം അവന് തന്നെ ആവിഷ്കരിക്കാൻ ഒരാളുകൂടെ ഉണ്ടേലേ പറ്റത്തുള്ളൂ. അപൂർണതയുണ്ട് മനുഷ്യൻ. അപ്പൊ ദൈവം പറയാണ് മനുഷ്യന്റെ ഏകാന്തത നല്ലതല്ല. മനുഷ്യന്റെ ഏകാന്തത നല്ലതല്ല. കാരണം ദൈവത്തിൽ ആ ഏകാന്തത ഇല്ല.
ദൈവത്തിന് സംസാരിക്കാൻ ആളുണ്ട്. ദൈവം പറയണം, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. മനുഷ്യൻ ഇതാ നമ്മേൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. അപ്പം ദൈവത്തിന് എന്തുണ്ട്? ദൈവത്തിൻ്റെ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ദൈവത്തിന് ഏകാന്തതയില്ല. പക്ഷെ മനുഷ്യൻ, തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ആ ഏകാന്തതയുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്, ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ ദൈവം ഏകനാണെങ്കിൽ, ഏകാന്തനാണെങ്കിൽ, ഇഫ് ഗോഡ് ഈസ് ലോൺലി, ഇപ്പൊ ദൈവം ഏകനാണെങ്കിൽ ദൈവം ഒരിക്കലും മനുഷ്യന്റെ ഏകാന്തത നല്ലതല്ല എന്ന് പറയത്തില്ല. ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എന്നെ പോലെ തന്നെ ഇരിക്കും, നീ അങ്ങനെ ഇരിക്കെ എന്ന് പറഞ്ഞാൽ, അപ്പം ദൈവം സൃഷ്ടിച്ചിട്ട് പറയണം നോ, ശരിയല്ല. കാരണം ഇവൻ ഏകനായിട്ടിരിക്കും. അപ്പൊ ഈ ഏകാന്തത നന്നല്ല. കാരണം തന്നിൽ ഏകാന്തത ഇല്ല. അപ്പൊ ദൈവത്തിൽ ഏകാന്തത ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം മനുഷ്യന്റെ ഏകാന്തത ശരിയല്ലെന്ന് പറയുന്നു, നന്നല്ലെന്ന് പറയുന്നു. അപ്പൊ ഇത് നമ്മുടെ ട്രിനിറ്റേറിയൻ ലെസൺസിന്റെ ഏറ്റവും അടിസ്ഥാനകരമായി നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ദൈവത്തിൽ ഏകാന്തത ഒട്ടുമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു കർത്താവ് ഭൂമി വരുമ്പോൾ പറഞ്ഞത്, ഞാൻ ഏകനല്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആശയം മനസ്സിലാക്കണം. ദൈവം ഏകനാകുന്നു എന്ന് നമ്മൾ പിന്നെ ചില സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇതൊക്കെ അർത്ഥം അറിയാതെ തെറ്റായിട്ടാണ് ഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവം ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഏകാന്തനാകുന്നു എന്നല്ല അർത്ഥം. ഇപ്പൊ ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ അധികാര സ്ഥാനം ഒന്നേ ഉള്ളൂ. ഈ അധികാര സ്ഥാനം ഒന്നേ ഉള്ളൂ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ അധികാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരം. ആ അധികാരത്തിൽ ഒന്നിലധികം വ്യക്തികളുണ്ട്. പക്ഷെ ആ വ്യക്തികൾ തമ്മിൽ എന്തില്ല? ആശയ സംഘർഷമില്ല. അപ്പൊ there is only one God. അപ്പൊ ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. അപ്പൊ ഗോഡ് എന്നതും പേഴ്സൺ എന്നതും നിങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കണം. ഗോഡ് ഒന്നേ ഉള്ളൂ. ആ ഗോഡിൽ ഒന്നിലധികം പേഴ്സൺസ് ഉണ്ട്. അപ്പൊ ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ അല്ല, ഒരു അതോറിറ്റിയാണ്. ഗോഡ് എന്ന് പറഞ്ഞാൽ അതോറിറ്റിയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അധികാരമാണ്. ദൈവം ആദിയിൽ ആ ദൈവം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അകത്ത് കയറിക്കൂടിയിരിക്കുന്ന ഒരു ധാരണയാണ് നമ്മളെ ഈ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിൽ ഏകാന്തതയില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ ഏകാന്തനായിരിക്കുന്നത് നന്നല്ല, അവന്റെ ഏകാന്തത ഒട്ടും നല്ലതല്ല. ദൈവത്തിന്റെ ഉള്ളിൽ ദൈവത്തിന് അങ്ങനെ ഒരു ഏകാന്തത ഉണ്ടെങ്കിൽ ദൈവം ഒരിക്കലും അത് മോശമാണെന്ന് പറയത്തില്ല. കാരണം തന്നെ പോലെ ആകുന്നതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ ഹയസ്റ്റ് അച്ചീവ്മെന്റ്. അപ്പൊ ദൈവത്തെ പോലെ ആക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പറയാണ്, ദൈവം പറയാണ് ഇത് ശരിയല്ല, ഇവന്റെ ഏകാന്തത ശരിയല്ല. ഇനി ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം അതിന്റെ 7-ാം വാക്യം, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. യഹോവ പറയാണ്, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്. ദൈവം എപ്പോഴും ആ ഒരു പ്ലൂറാലിറ്റിയെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ മുന്നോട്ട് പോയിട്ട് നമുക്ക് മറ്റൊരു പുസ്തകത്തിലേക്ക് പോകാം. അത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായമാണ്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. അവിടെ നമ്മളൊരു യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. യെശയ്യാ പ്രവാചകൻ ഒരു ദർശനം കാണുകയാണ്. അവിടെ സറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അവിടെ ഒരു വർഷിപ്പ്, ഹെവൻലി വർഷിപ്പ് കാണുകയാണ്. ഇവിടെ നമുക്ക് ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികളുണ്ട് എന്ന് മനസ്സിലായെങ്കിലും അതിന്റെ ഒരു സംഖ്യയെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ
പരിശുദ്ധൻ 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 3 പ്രാവശ്യമാണ് പറയുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇപ്പം കേരളത്തിലെ ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ ആദ്യകാലത്തൊക്കെ പോയവരിൽ നേതൃത്വ സ്ഥാനത്തുള്ള ചില ആളുകളൊക്കെ സുറിയാനി സഭയിൽ നിന്ന് പോയവരാണ്. അപ്പം അതുകൊണ്ട് ഈ 3 വളരെ പ്രാധാന്യം ഈ പെന്തക്കോസ്തിൽ ആദ്യകാലത്തൊക്കെ ഉണ്ട്. അപ്പം 3 ഹാലേലിയ പറയുക എന്നൊക്കെയുള്ള ചിലത്. അപ്പം ഞാൻ പെന്തക്കോസ്തിലായിരുന്നപ്പോൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. അപ്പം 3 ഹാലേലിയ പറയുന്നുള്ളൊരു പാരമ്പര്യമാണ്. അപ്പം ചില മിടുക്കന്മാരുണ്ട്, ചില ഉപദേശമാർ, അതൊക്കെ ഈ ഇതര മതങ്ങളിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ചില മിടുക്കന്മാരാണ്. അവർ പറയും നമ്മളിപ്പോൾ എന്തിനാ 3 ഹാലേലിയ പറയുന്നത്, ഇതൊക്കെ എവിടുന്ന് വന്നു? അതുകൊണ്ട് എല്ലാവർക്കും കൈ ഉയർത്തി 5 ഹാലേലിയ പറയാം. അപ്പോഴേക്കും എന്തോ ഒന്ന് തകർത്ത പോലെയോ എന്തോ വലിയ സംതിങ് നേട്ടം ഉണ്ടാക്കാലോ വിശ്വാസികളെല്ലാം കൂടെ ഭയങ്കര വെച്ചാൽ 5 ഹാലേലിയ, ചിലർ 6 ഹാലേലിയ പറയുന്നേക്കാം. അവസാനമായിട്ട് ഞാൻ പോയൊരു മീറ്റിംഗ് 10 ഹാലേലിയ പറയുന്നത് കേട്ടു. 10 ഹാലേലിയ പറയുന്നുണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ 3 ഹാലേലിയ പറഞ്ഞു എന്ന് അത് ആ ബിഗിനിങ്ങിൽ തുടങ്ങിയത് അതൊരു സ്വർഗീയ പാറ്റേൺ. ഇവരിനി എത്ര പറഞ്ഞാലും നമുക്ക് വിരോധമില്ല. അവർ 13 വെച്ച് പറയുന്നതായിരിക്കും നല്ലത്. 13 ഹാലേലിയ വെച്ച് അവർ പറയട്ടെ. പക്ഷേ നമ്മുടെ സുറിയാനി സഭയിലെല്ലാം ഈ 3 പ്രാവശ്യമാണ്. കാരണം അതൊരു സ്വർഗീയ മാതൃകയാണ്. അപ്പൊ സ്വർഗത്തിൽ ആരാധിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം 3 പ്രാവശ്യമാണ് ആ പരിശുദ്ധൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കാണ് വർഷിപ്പ് ചെയ്യുന്ന, സ്തുതി കൊടുക്കുന്ന, ആരാധന കൊടുക്കുന്ന 3 വ്യക്തികൾ ആ സിംഹാസനത്തിലുണ്ട്, അല്ലെങ്കിൽ ആ അധികാര കേന്ദ്രത്തിലുണ്ട്. നമുക്ക് ഒന്നിലധികം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ മുന്നോട്ട് വരുമ്പം നമുക്ക് മനസ്സിലാകുകയാണ് അവിടെ 3 വ്യക്തികളുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പം താഴോട്ട് പറയുമ്പം അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു. സമൺ ഈസ് ടോക്കിംഗ്. അപ്പൊ ആരോ ഒരാൾ പറയും അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു. അടുത്ത് ആർ നമുക്കു വേണ്ടി പോകും. അപ്പൊ യെശയ്യാവ് ചാടി പറഞ്ഞു അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. അപ്പൊ ഇതാണ് സംഭവം. അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുകയാണ് ദൈവത്തില് ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്ന് ഉള്ളൊരു കാര്യം. ഇനി നമ്മൾ വേറൊരു ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. അത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങൾ 45-ാം സങ്കീർത്തനമാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. 45-ാം മസ്മൂറ. അപ്പൊ അതിൽ നിന്നാണ് നമ്മുടെ ആ കുക്കുലിയോ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലൂയായോ ഹാലേ പാട്ടുണ്ടല്ലോ കുക്കുലിയോ. നിന്നു മലഭാഗെ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ. അപ്പൊ ആ കുക്കുലിയനൊക്കെ വന്നിരിക്കുന്നത് ഈ 45-ാം സങ്കീർത്തനമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഇപ്പൊ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞ ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാണ്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാണ്. പ്രശ്നമില്ലല്ലോ. അതായത് സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 45-ാം സങ്കീർത്തനം വായിക്കുമ്പം സങ്കീർത്തനം ആളെ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. പ്രശ്നമില്ല. പക്ഷേ ചെറിയൊരു വിഷയം വരുന്നത് ഈ വാക്യം എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം എടുക്കുമ്പം എബ്രായ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവെ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം വിട്ട് ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാണ്, അവ നശിക്കും നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോ ഉടുപ്പ് പോലെ അവയെ നീ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്നും ഞാൻ പറയുന്നു.
ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്ക എന്നും അരുളി ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യം അരുളി ചെയ്തത് ആരാണ്? നമുക്ക് സ്ലോയിൽ പോവാം. അപ്പം അവിടെ പറയാണ്, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ദൈവം അരുളി ചെയ്ത ചില അരുളിപ്പാടുകളെ എബ്രായ ലേഖന കർത്താവ് എടുത്തുദ്ധരിച്ചിട്ട് ചോദിക്കുകയാണ്, ഇത് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ദൂതന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഴയ നിമിത്തി വായിച്ച ആ കാര്യങ്ങളൊന്നും ദൂതന്മാരോടല്ല എന്ന് എബ്രായ ലേഖനം വ്യക്തമായി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് മുഹമ്മദ് ഈസ ഇപ്പോൾ ലൈവ് നമ്മുടെ ഇവിടെ കമന്റ് എഴുതിയ അത് ഇൻവാലിഡ് ആയിപ്പോയി. കാരണം ദൂതന്മാരോടല്ലെന്ന് നമുക്ക് എബ്രായ ലേഖനത്തിൽ പറയാം. അപ്പൊ എബ്രായ ലേഖന കർത്താവ് പറയാണ്, ഇത് ദൂതന്മാരോടല്ല. അപ്പൊ ദൈവം ഈ അരുളി ചെയ്ത ആരോടല്ല? ദൂതന്മാരോടല്ല. എന്നിട്ട് പറയാ, പിന്നെയും ഭൂതലത്തിലേക്ക് ആദിയാതനെ പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ 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 പുത്രനോടോ. അപ്പൊ പുത്രനോട് പറയുന്നു. ആര് പറയുന്നു? ദാവീദ് പറയുന്നോ? ദൈവം പറയുന്നു? ദാവീദാണോ പറയുന്നത്? ദൈവമാണോ പറയുന്നത്? നിങ്ങൾ ബൈബിളൊക്കെ തുറന്നു വെച്ചിരിക്കാന്ന് ഞാൻ ചിന്തിക്കുന്നു കേട്ടോ. ഈ ഹൈമനൂത്തോക്കാരുടെ ശുഷ്കാന്തിയെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അപ്പൊ ഇവിടെ ദൂതന്മാരെ പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. ഇപ്പൊ പുത്രനോട് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞോ? ദാവീദ് പറഞ്ഞു? ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുത്രനെ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുത്രനെ ദൈവം എന്ത് ചെയ്യുന്നു? പുത്രനെ പിതാവ് ദൈവമേ എന്നാണ് വിളിക്കുന്നത്. പുത്രനെ ദൈവമേ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുത്രൻ പിതാവിനേക്കാൾ വലിയ ആളായതുകൊണ്ടോ പുത്രൻ പിതാവിന്റെ ദൈവമായതുകൊണ്ടോ ഒന്നും അല്ല, പുത്രൻ ദൈവമായതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ട്രിനിറ്റിയുടെ കീ ആണ്. അതായത് പുത്രൻ പിതാവിനേക്കാൾ വലിയവനായതുകൊണ്ടോ പുത്രൻ പിതാവിന്റെ ദൈവമായതുകൊണ്ടോ അല്ല, മറിച്ച് പുത്രൻ ദൈവമായതുകൊണ്ടാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ളത്. അപ്പൊ ഇതിനി ദാവീദ് പറഞ്ഞാണെന്ന് നമ്മൾ വാദിച്ചാൽ താഴോട്ട് വരുമ്പോഴേക്കും ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കോളാം, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പൊ ദാവീദ് പുത്രനോട് പറയുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കോളാം, നീ ദാവീദിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരുന്നോളാൻ. അങ്ങനെയാണോ? അപ്പൊ ഇതാര് പറഞ്ഞു? അപ്പൊ പിതാവായ ദൈവം പുത്രനോട് പറയുകയാണ്, ദൈവമേ നിന്റെ സിംഹാസനം നീതിയുള്ള സിംഹാസനമാണ്. അപ്പൊ ഇനി മറ്റൊരു വാക്യം നമ്മൾ വായിക്കാം. 110 സങ്കീർത്തനം 1 വാക്യം. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക. ഇപ്പൊ നമ്മൾ വായിക്കും. ഈ വാക്യമാണ് എബ്രായ ലേഖനം 1 ഉദ്ധരിച്ചിട്ടുള്ളത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ്, ഈ ദൈവത്തിൽ 2 പേഴ്സൺസിനെ നമ്മൾ കാണുകയാണ്. ഇപ്പൊ കർത്താവിനോട് പറയുകയാണ്, നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കാം. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം, മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 41 വാക്യം. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ഒരു സംശയമില്ല, പരീശന്മാരുടെ യേശു ചോദിക്കുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അവൻ ആരുടെ പുത്രൻ? അപ്പോ പരീശന്മാർ പറയുകയാണ്, ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ
ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളം എന്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ ആരും അവനോടൊന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. എന്ന് പറഞ്ഞാൽ തൃപ്ത രഹസ്യം ഭാഗികമായി പരീശന്മാരുടെ മുമ്പിൽ യേശു കർത്താവ് അൺവൈൽ ചെയ്യുകയാണ്. പരീശന്മാർ നിശബ്ദരായിപ്പോയി. 110 സങ്കീർത്തനം, അത് തന്നെയാണ് എബ്രായ ലേഖനത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് സങ്കീർത്തനമാണ്. ഇപ്പൊ ദാവീദ് ആത്മാവിൽ കർത്താവ് എന്ന് വിളിക്കുകയാണ്. ഇപ്പൊ ദാവീദിന്റെ പുത്രനാണെങ്കിൽ എങ്ങനെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്? ഉത്തരവിൽ. അപ്പൊ ക്രിസ്തു ആരാണ്? ബറിയോന ശീമോനെ നീ തന്നെ ഭാഗ്യവാൻ. അപ്പം ഈ ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തത്. ശീമോനോട് പറയാണ്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് ഈ വെളിപ്പാട് നിനക്ക്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പൊ റവലേഷൻ ദാവീദിനുണ്ടായിരുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് റവലേഷൻ കിട്ടി ദാവീദിന്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് റവലേഷൻ ദാവീദിന് കിട്ടി. യാഗവ്യവസ്ഥയും പൗരോഹിത്യവും നിലനിൽക്കുമ്പോഴാണ് ദാവീദ് സങ്കീർത്തനം ചെയ്തത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്ന എവിടെയാണ്? God pleases with a broken and contrite heart. David had this New Testament revelation. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല. അല്ല തന്നെ ദാവീദ് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അധികാരമുള്ള കാഴ്ചയപ്പം, ലേവ്യ ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രം കഴിക്കാൻ അധികാരമുള്ള കാഴ്ചയപ്പം യഹൂദ ഗോത്രത്തിൽ ദാവീദ് കഴിച്ചു. കാരണം തന്റെ ശേഷം യഹൂദ ഗോത്രത്തിൽ നിന്ന് മഹാപുരോഹിതനായി മശിഹ വരും. ദാവീദിന് വെളിപ്പാടാണ്. അപ്പൊ ദാവീദ് മുഴുവൻ ഓൾഡ് ടെസ്റ്റമെന്റിൽ ജീവിച്ചിരുന്നെങ്കിലും ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷനിലാണ് താൻ സഞ്ചരിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും ദാവീദിന്റെ ലൈഫിൽ. ദ ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷൻസ് ഓഫ് ഡേവിഡ് കുറെ എണ്ണമുണ്ട്. അതുകൊണ്ടാണ് ഈ 13 അധ്യായം അപ്പോസ്തല പ്രവൃത്തി വരുമ്പോൾ എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷൻ ഈശായുടെ പുത്രനായ ദാവീദ്. ഹോൾ ബൈബിളിൽ ഒരൊറ്റ ഒരാൾക്ക് ആ സർട്ടിഫിക്കറ്റ് ദൈവം കൊടുത്തിട്ടുള്ള ISO സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നൊക്കെ പറയുന്ന പോലെ ദൈവം പറയാണ്, ഈസ് എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എന്റെ ഹൃദയത്തിന് ബോധിച്ച പുരുഷനാണ് ദാവീദ്. അങ്ങനെ ദൈവം ദാവീദിനെ പറ്റി മാത്രമാണ് സാക്ഷ്യം പറഞ്ഞത്. കാരണം അത്രമാത്രം ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷൻസ് ആണ്. അതുകൊണ്ട് ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ ഇവിടെ യേശു കർത്താവ് അത് ഉദ്ധരിച്ച് ചോദിക്കുമ്പം പരീശന്മാർ പിന്നെ ഒരൊറ്റ അക്ഷരം അവനോട് ചോദിക്കാൻ തുനിഞ്ഞില്ല. കാരണം അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. ഹൂ ഈസ് ജീസസ്? അപ്പൊ യേശു ആരാണ്? അവൻ ദാവീദിന്റെ പുത്രനായിരിക്കുമ്പോൾ തന്നെ ദാവീദിന്റെ കർത്താവ്. അവൻ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ അവൻ സിംഹമാണ്. അവൻ പുരോഹിതനായിരിക്കുമ്പോൾ തന്നെ അവൻ ബലിവസ്തുവാണ്. അവൻ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ മനുഷ്യനാണ്. അവൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ അവൻ ശക്തനാണ്. അവൻ മരിക്കുമ്പോൾ തന്നെ അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. അപ്പൊ ഇതാണ് ക്രിസ്തു. ദാറ്റ് ഇസ് മിസ്റ്ററി. ഇപ്പൊ സഭയുടെ മർമ്മമാണ്. നമ്മളിപ്പം അതിലേക്ക് വന്നില്ല. അപ്പൊ ഈ മത്തായി സുവിശേഷം 22-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. കാരണം അവരുടെ ഉത്തരം മുട്ടിപ്പോയി. പരീശന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷം യഹൂദ മതം ഒരു തൽമൂദിക് റിലീജിയൻ, ഫരിസൈക്ക് റിലീജിയനായി മാറി. അപ്പൊ അവർക്ക് പണ്ടുണ്ടായിരുന്ന ഒരുപാട് ധാരണകൾ ദൈവത്തെക്കുറിച്ചുള്ളതൊക്കെ മാറിപ്പോയി. അപ്പം അതുകൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങൾക്കും വ്യക്തമായ ബോധ്യം ഇല്ലാതെ പോയത്. ഈ യെശയ്യാ പ്രവചനം 63:10. യെശയ്യാ പ്രവചനം 63:10. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അപ്പൊ നമ്മളിവിടെ പുത്രനെയും പിതാവിനെയും കണ്ടിപ്പോൾ യെശയ്യാ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവിനെ കാണുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. ഒരുപാട് ആളുകൾ പറയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറ്റ്സ് എ പവർ. പക്ഷെ പവർ ആണെങ്കിൽ ആ പവറിനെ ദുഃഖിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലോട്ട് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഒരേ സമയം അയൺ ബോക്സും ഫ്രിഡ്ജും AC-യും എല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് മോട്ടറും എല്ലാം പ്രവർത്തിപ്പിക്കുക. അത് അവിടെ തന്നെ മിക്സി ഓൺ ചെയ്ത് ഇങ്ങനെ കണ്ടമാനിട്ട് ലോഡ് കൊടുക്കുകയാണ്. അപ്പൊ ഈ
നിങ്ങളുടെ വീട്ടിലൂടെ തന്നെ ഇലക്ട്രിസിറ്റി ദുഃഖിച്ച് കരയുകയാണ്. അയ്യോ, എന്നാലും എന്നോട് ഇവരിത് ചെയ്തല്ലോ. അപ്പോൾ തന്നെ അങ്ങനെ കരയുമല്ലോ, പവറല്ലേ. അപ്പോൾ ഇഫ് ഇറ്റ്സ് എ മിയർ പവർ, we cannot grieve a power. We can grieve only a person. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയാണ്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ പുറത്ത് യഹോവസാക്ഷിക്കാർ വന്ന് കൊട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പോകുന്നില്ല, കാരണം ഇതിപ്പോൾ നമ്മുടെ ഹൈമിനത്തോ ഗ്രൂപ്പല്ലേ. എൻ്റെ വാളലായിരുന്നു ഇപ്പോൾ പോകാമായിരുന്നു. അവിടെ കൊട്ടെന്ന് വെച്ച് കേൾക്കാം. ഈ സാറ്റർഡേസിലാണ് അവരിതിലെ വരുന്നത്. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. സമ്മതിക്കില്ല, പിന്നെയും കൊട്ടുക. ഇപ്പം എന്നെ കിട്ടുമെന്ന് ഓർത്താ അവർ കൊട്ടും. അപ്പം ഇത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല. അതിൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. നമ്മൾ അടുത്ത ഒരു പുസ്തകം വായിക്കുകയാണ്. ഹോശിയ 1:7. യഹൂദ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ചു, അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്നരുളി ചെയ്തു. അപ്പം ദൈവം പറയാണ്, ഞാൻ അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട്. അപ്പം ഈ അരുളി ചെയ്യുന്ന ദൈവമുണ്ട്, ആരെ കൊണ്ട് രക്ഷിക്കും, അങ്ങനെ ഒരു ദൈവമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവർ വ്യാഖ്യാനിക്കുന്നുണ്ട്, അത് ഭാഷാപ്രയോഗമാണെന്ന്. ഇല്ല ജിജിയാബ്ര, ഞാൻ തുറക്കുന്നില്ല. പുറത്ത് തട്ടയും മുട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. തട്ടയും മുട്ടും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കോളിംഗ് ബെല്ല് കേടാണ്, അതുകൊണ്ടല്ല. ഇപ്പോൾ ഇവർ അടിച്ചേനെ ഞെക്കിയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഈ കഥ കണ്ട് തട്ടുന്നു. മലാഖി 3:1. വായിക്കുന്ന യെശയ്യാപ്രവചനം 48. യെശയ്യാപ്രവചനം 48:16. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പി. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിന് ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിങ്ങളവിടെ വായിക്കുക. അവിടെ പറയാണ്, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പി. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ട്രിനിറ്റി 3 പേരെ കാണുന്നുണ്ട്. യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പം അയക്കപ്പെട്ട 2 പേരാണ്. പുത്രനും അയക്കപ്പെട്ടു, ആത്മാവും അയക്കപ്പെട്ടു. യഹോവയായ കർത്താവ് അയച്ച ഒരാളെയും അയക്കപ്പെട്ട 2 പേരെയും അവിടെ കാണുന്നുണ്ട്. അപ്പം ഇതേക്കുറിച്ച് റീസെൻ്റ്ലി നമ്മുടെ സോഷ്യൽ മീഡിയ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് യെശയ്യാ പ്രവാചകനാണ് ഒന്ന്. എന്നെയും എന്ന് പറയുന്ന യെശയ്യാവിനെ കുറിച്ചാണ്. അപ്പം യെശയ്യാവ് പറയാണ്, എന്നെയും ആത്മാവിനെ അയച്ചു. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ അങ്ങനെ ആകുമ്പം യെശയ്യാവ് പറയുകയാണ്, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിൻ്റെ തൊട്ട് പുറകെ വായിക്കണം. ഞാൻ തന്നെ പ്രസ്താവിക്കുന്നു, ഞാൻ അവനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു, ഞാൻ അവൻ്റെ വഴി സാധ്യമാക്കും. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പി. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. ഇതൊക്കെ യെശയ്യാവാണോ പറയുന്നത്? അങ്ങനെ യെശയ്യാവ് ഭയങ്കര അഹങ്കാരിയായൊരു വ്യക്തിയാണെന്ന് പറയേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, അത് ആര് പറയുന്നതാണ്. ഇവർ വാദിക്കുന്നത് അത് യെശയ്യാവാന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവദത്തമായ
ധിഷണാശക്തിയെ ഉപയോഗിക്കുക, നിങ്ങൾ നോക്കുക. അവിടെ പറയാണ്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പം ഞാനതൊരു ട്രിനിറ്റിയെക്കുറിച്ചുള്ള സൂചനയായിട്ട് ഞാൻ ആ വാക്യത്തെ എടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ തള്ളിക്കളയാം, ഇതിൽ നിർബന്ധമൊന്നുമില്ല. മത്തായിയുടെ സുവിശേഷം 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. വളരെ വ്യക്തമായി നമ്മൾ ഈ ദൈവത്തിൽ 3 വ്യക്തികൾ, ട്രിനിറ്റിയെ കാണുകയാണ്. ആദ്യമായി ഇത്രയും ക്ലാരിറ്റിയിൽ കാണുന്ന ഈ യേശുവിന്റെ സ്നാന സമയത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുത്രൻ സ്നാനപ്പെടുന്നു, പിതാവ് അരുളി ചെയ്യുന്നു, റൂഹ പ്രാവ് എന്ന പോലെ ദേഹരൂപത്തിൽ താഴേക്ക് ഇറങ്ങി വരുന്നു. ധാരാളം ആളുകൾ പറയും ഈ ബൈബിളിൽ ട്രിനിറ്റി ഇല്ല, ബൈബിളിൽ ട്രിനിറ്റി കാണാൻ പറ്റുന്നില്ല എന്ന്. ഇപ്പൊ ഹൈമിനുത്തോയുടെ ചുമതലക്കാരനോട് പറഞ്ഞു, നമ്മുടെ ലിറ്റർജിയിൽ നിന്ന് ട്രിനിറ്റി പറയണം എന്ന്. അതൊരു പരമ അബദ്ധമാണ്. ലിറ്റർജിയിൽ നിന്ന് ട്രിനിറ്റി, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ നിന്ന് ട്രിനിറ്റി പറയാൻ പരിശ്രമിക്കുക അല്ലെ ഉദ്യമിക്കുക എന്നുള്ളത് പരമ അബദ്ധമാണ്. കാരണം സുറിയാനി സഭയുടെ ലിറ്റർജി തന്നെ ട്രിനിറ്റേറിയൻ ലിറ്റർജിയാണ്. അതിന്റെ തുടക്കം തൊട്ട് തീരുന്നവരെ ട്രിനിറ്റിയിലാണ് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രിനിറ്റി ഇല്ലാത്ത ഒരു ഭാഗം തന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എവിടെ നോക്കിയാലും ട്രിനിറ്റിയാണ്, എങ്ങനെയൊക്കെ നോക്കിയാൽ. പണ്ട് ഈ നമ്പൂരിയുടെ വയലിൽ പശു ഇറങ്ങി നെല്ല് തിന്നോണ്ടിരുന്നപ്പോൾ നമ്പൂരി പോയി തല്ലാൻ നോക്കി. പശുവിനെ തല്ലാൻ നോക്കി, നമ്പൂരിക്ക് തല്ലാൻ പറ്റുന്നില്ല. കാരണം നമ്പൂരി എവിടെ നോക്കിയിട്ടും മർമ്മമാണ്. അവിടെ അടിച്ച ഈ മർമ്മം, ഇവിടെ അടിച്ച ഈ മർമ്മം, ഇങ്ങനെ മനസ്സിലായി. അപ്പം പശു നെല്ല് തിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ നോക്കിയിട്ട് അത് മുഴുവൻ ട്രിനിറ്റിയാണ്, തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നവരെ. ഏത് ഭാഗം എടുത്താലും, ഏത് പ്രാർത്ഥന എടുത്താലും അവിടെ എല്ലാം ട്രിനിറ്റിയെ നമുക്ക് കാണാൻ പറ്റും. ട്രിനിറ്റിയാണ് കാണുന്നത്. ഏത് പ്രാർത്ഥന നിങ്ങൾ എടുത്തു, അവിടെയെല്ലാം തൃത്വത്തിലാണ്. അപ്പൊ അതുകൊണ്ട് സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ നിന്നും നമ്മൾ ട്രിനിറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് വായിച്ചാൽ മതി. ട്രിനിറ്റേറിയൻ വർഷിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ല പ്രത്യേകിച്ച് എടുക്കാം. ട്രിനിറ്റേറിയൻ തിയോളജി, ട്രിനിറ്റേറിയൻ ലിറ്റർജി, ഇതൊക്കെയാണ് യുണീക്നെസ് പിന്നെ സുറിയാനി സഭയുടെ വിശ്വാസം. ഇപ്പൊ യേശുക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യം ആദിമസഭയിൽ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ഇപ്പം മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലും 28-ാമത്തെ അധ്യായത്തിലും ആയിട്ട് യേശുക്രിസ്തു ആണ് ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ അവതരിപ്പിച്ചത്. ഇത് പല ആളുകളും പറയും തെർത്തുല്യനാണ്, ഓറിഗനാണ്, അല്ലെങ്കിൽ അത്താനേഷ്യസ് ആണ്, ഇങ്ങനെയൊക്കെ പല വാദങ്ങളുണ്ട്. സത്യത്തിൽ ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? യേശുക്രിസ്തു ആണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചോദിക്കുകയാണ്, മശിഹ ആരാണ്? ദാവീദിന്റെ പുത്രൻ. അപ്പം യേശു ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിച്ചത് എന്തുകൊണ്ട്? പരീശന്മാർ ഉത്തരം പറഞ്ഞില്ല. അവിടെയാണ് ട്രിനിറ്റേറിയൻ ഡോക്ടറിനെ യേശു പ്രസന്റ് ചെയ്തത്. പിന്നെ 28-ാം അധ്യായത്തിൽ വരുമ്പോൾ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. പിന്നെ യേശുവിന്റെ സ്നാനത്തിൽ ആ ട്രിനിറ്റി വെളിപ്പെട്ടിരുന്നു. അപ്പൊ യേശു ക്രിസ്തു ആണ് നമുക്ക് ട്രിനിറ്റേറിയൻ ഡോക്ടറിനെ തന്നത്. ഇത് സഭയുടെ ആദ്യം മുതലുള്ള ഓതന്റിക് ബിലീഫ്. പിന്നെ സഭയുമായിട്ട് ബന്ധമില്ലാത്ത പുറത്തുനിന്ന് വന്നു കയറിയവരൊക്കെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ അമ്മ, ആ ക്ലോസ് അസോസിയേറ്റ്സ്, അവരുടെ ഒരു സ്ട്രീമുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ പല സ്ട്രീമുകളുണ്ട് ആദ്യം മുതൽ. അപ്പം ഈ ട്രിനിറ്റേറിയൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സ്ട്രീമായിരുന്നു. പ്രബലപ്പെട്ട സ്ട്രീമൊക്കെ അതിനെതിരായിട്ടുള്ള സ്ട്രീമുകളായിരുന്നു. ആ സ്ട്രീമുകളൊക്കെ നശിച്ചുപോയി, നിലനിന്നില്ല. കാലത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കാലത്തെ അതിജീവിച്ച് 2000 വർഷത്തിനിപ്പുറത്തും നിൽക്കുന്നത് നമ്മുടെ ട്രിനിറ്റേറിയൻ സ്ട്രീമാണ്. അവരാണ് വന്ന് അന്ത്യോക്യയിൽ സഭ തുടങ്ങുന്നത്. പിന്നീട് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്ന് ആ ഉപദേശമൊക്കെ നമുക്ക് കിട്ടിയതും ഒക്കെ. അപ്പൊ ഇന്നിപ്പോ പല ആളുകളും പറയുന്നുണ്ട്, അന്ന് പല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിനൊന്നും നിലനിൽക്കാൻ പറ്റിയില്ല. അത് അവരെ ആരും നശിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. സത്യമല്ലാത്തതൊക്കെ നശിച്ചു പോകും, സത്യമായിട്ടുള്ളത് നിലനിൽക്കും. അപ്പൊ സത്യമായിട്ടുള്ളത് ട്രിനിറ്റേറിയൻ വിശ്വാസമാണ്. ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ചർച്ച് എന്ന് പറഞ്ഞാൽ ട്രിനിറ്റേറിയൻ ചർച്ചാണ്. ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ ഇപ്പൊ യൂണിറ്റേറിയൻസും ഉണ്ട്, വണ്ണസുകാരും ഉണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിലാണ് അവർ രണ്ടും തലപൊക്കിയത്. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ പല ഭാഗത്തും അവർ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലും ലോകത്തിന് നന്മ ചെയ്ത കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു ക്രിസ്ത്യാനിയും യൂണിറ്റേറിയനായിട്ടില്ല, വണ്ണസുകാരനില്ല.
അല്ല, ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കടന്ന് ബഹളം വെക്കുന്ന വണ്ണസുകാരും യൂണിറ്റേറിയൻസും പറയണം, ലോക ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച, മനുഷ്യ സമൂഹത്തിന് നന്മ ചെയ്ത ഒരു യൂണിറ്റേറിയൻ ക്രിസ്ത്യാനി ആരാണ്? അപ്പൊ ലോകത്ത് മനുഷ്യനെ സ്നേഹിച്ചത്, മനുഷ്യന് നന്മ ചെയ്തു, അത് ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വിപ്ലവകരമായ പ്രസ്താവന. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമുള്ളവനാകുന്നു എന്നല്ല, ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകണമെങ്കിൽ ആ ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാകണം, ഉണ്ടായേ മതിയാകൂ. ദൈവം സ്നേഹമായി തീർന്നു എന്നല്ല. അപ്പൊ ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്നേഹമാകാൻ പറ്റത്തില്ല. ഒന്നിലധികം വ്യക്തികൾ ഉണ്ടെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന ആ സ്റ്റേറ്റ്മെന്റ് അർത്ഥപൂർണമാകത്തുള്ളൂ. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമുള്ളവനാകുന്നു എന്നല്ല കേട്ടോ, ദൈവം സ്നേഹമാകും. അപ്പൊ സ്നേഹത്തിന് എന്ത് വേണം? സ്നേഹത്തിന് ഒരു പാത്രം വേണം, സ്നേഹത്തിനൊരു പ്രവാഹമുണ്ട്. ഐ ലവ് യു, ഇതാണ് സ്നേഹത്തിന്റെ ഒരു മിനിമം ഫോർമുല. അപ്പോൾ പിതാവ് പുത്രനെ ആത്മാവിലൂടെ സ്നേഹിച്ചു, പിതാവ് പുത്രനെ പരിശുദ്ധ റൂഹായിലൂടെ സ്നേഹിച്ചു. അതാണ് ട്രിനിറ്റി. അതുകൊണ്ടാണ് റോമർ 5:5 പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ റൂഹായിലൂടെ വർഷിക്കപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വർഷിക്കപ്പെടുന്നത് എപ്പോഴും റൂഹായിലൂടെയാണ്. അപ്പൊ പിതാവ് പുത്രനെ റൂഹായിലൂടെ സ്നേഹിച്ചു. അതാണ് ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു. അപ്പൊ അതുകൊണ്ട് ബൈബിളിൽ ട്രിനിറ്റി ഇല്ല എന്നുള്ള ഒരു വാദമൊക്കെ ഉണ്ട്. യൂദായുടെ ലേഖനം ഒരു അധ്യായമേ ഉള്ളൂ. അത് കാണണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിന് തൊട്ട് പുറകെ നോക്കിയാൽ മതി. യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ട്രിനിറ്റിയാണ്. 20-ാം അധ്യായത്തിൽ പറയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിക്കുക. ട്രിനിറ്റി ആ വാക്യത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ട്രിനിറ്റി കാണാൻ പറ്റും. ഇനി പൗലോസ്ലീഹ എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിങ്ങളെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിൽ പണിയുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിങ്ങളെ ആത്മാവിനാൽ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് പണിയുന്നു. അപ്പോൾ എഫേസ്യ ലേഖനം 2:22 നിങ്ങൾക്ക് ട്രിനിറ്റി കാണാൻ പറ്റും. ഇനി എഫേസ്യ ലേഖനം 4:4 നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നതിനും എല്ലാവരിലും ഇരിക്കുന്നതിനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, കർത്താവ് ഒരുവൻ, ആത്മാവൊന്ന്. ട്രിനിറ്റി അവിടെ എഫേസ്യ ലേഖനം 4:4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 1 പത്രോസ്. അപ്പൊ യൂദ പറഞ്ഞ ട്രിനിറ്റി നമ്മൾ കണ്ടു, പൗലൂസ് പറഞ്ഞ ട്രിനിറ്റി നമ്മൾ കണ്ടു. ഇനി പത്രോസ് പറഞ്ഞ ട്രിനിറ്റി, പത്രോസ് പറയുന്ന ട്രിനിറ്റി 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്ക്. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. അപ്പോൾ അവിടെ പറയാണ് പിതാവിന്റെ മുന്നറിവ്, ആത്മാവിന്റെ വിശുദ്ധീകരണം, യേശുക്രിസ്തുവിന്റെ രക്തം. ട്രിനിറ്റി പത്രോസ് അപ്പോസ്തലൻ വിശ്വസിച്ചിരുന്നു എന്ന് സെയിന്റ് പീറ്റർ വാസ് എ ട്രിനിറ്റേറിയൻ, നോ ഡൗട്ട് ഇൻ ഇറ്റ് ആണ് ഞാൻ ആ ഭാഗം എടുത്തത്. ഇനി 1 യോഹന്നാൻ 5:7 KJV നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പിതാവ്, വചനം, ആത്മാവ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഇരിക്കുന്നു. മത്തായി 28 നമ്മൾ കാണാം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. 2 കൊരിന്ത്യർ 13:14 നമുക്ക് കാണാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ
കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇനി 1 കൊരിന്ത്യർ 12:4 1 കൊരിന്ത്യർ 12:4 എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അവിടെ നമ്മൾ ട്രിനിറ്റിയാണ് കാണുന്നത്. നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ട്രിനിറ്റിയെ നമുക്ക് കാണാൻ പറ്റും, ധാരാളം സ്ഥലങ്ങളിൽ തിരുവെഴുത്തിൽ. അപ്പം ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്, ആ ട്രിനിറ്റേറിയൻ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ തിയോളജി, ദൈവശാസ്ത്രം യുക്തിഭദ്രമാകുന്നത്. പ്രത്യേകിച്ച് ഈ ഗ്ലോറിയസ് ഗോസ്പൽ ട്രിനിറ്റേറിയൻ റെവലേഷനാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഏകൻ എന്നുള്ള ധാരണയിലാണ് മോൺസ്റ്റർ ഗോഡ്, ഏകാധിപതിയായ, ഒറ്റയാനായ, ക്രൂരനായ, കർക്കശക്കാരനായ ഒരു ദൈവം. ആ ദൈവചിന്ത ഗോത്ര ദൈവ സങ്കല്പമാണ്. കണ്ണിന് കണ്ണും പല്ലിന് പല്ലും കൈക്ക് കൈയും ഒക്കെ കൊടുക്കുന്ന പ്രതികാരദാഹിയും അതിഭയങ്കരനും കർക്കശക്കാരനും ഒക്കെ ആയ ഒരു ദൈവം. ആ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി പുത്രൻ വെളിപ്പെടുത്തിയ ദൈവം സ്നേഹമായ ദൈവമാണ്. ഗോഡ് ഈസ് ലവ്. ആ ദൈവത്തിൽ നമ്മളൊരു റിലേഷൻഷിപ്പിനെ കാണുന്നു, ഒരു ഫെലോഷിപ്പ് കാണുന്നു, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാണുന്നു, ആ ആർദ്ര സ്നേഹത്തെ നമ്മൾ കാണുന്നു. ഒറ്റയ്ക്ക് ഒരാൾ താമസിക്കുന്ന ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നതിനേക്കാൾ ഒരു ഫാമിലി ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട് അങ്ങോട്ട് ചെല്ലാൻ. ഒരു വെൽക്കമിങ് സ്പിരിറ്റ് ഉണ്ട്. അവർ ഗോഡ് ഈസ് എ ഫാമിലി, ദാറ്റ് ഈസ് ഹോളി ഫാമിലി, ഡിവൈൻ ഫാമിലി, സ്വർഗീയ കുടുംബം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ആ സ്വർഗീയ കുടുംബത്തിലേക്കാണ് നമ്മളെ അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സുറിയാനി സഭയുടെ ദൈവശാസ്ത്രം ട്രിനിറ്റേറിയൻ തിയോളജിയാണ്, ലിറ്റർജി ട്രിനിറ്റേറിയനാണ്. അപ്പോൾ ട്രിനിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളെയും കാണുന്നത്, വിലയിരുത്തുന്നത്, വിശദീകരിക്കുന്നത്. നമ്മൾ നിരന്തരമായി ആ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രിനിറ്റിയുടെ റെവലേഷൻ കിട്ടുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിനുള്ള സന്തോഷവും വിശ്വാസികൾക്ക് വാഗ്ദാനമായ സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത്. ദൈവം ഒരു വ്യക്തി കർക്കശക്കാരനായി നിയമം പാലിക്കാൻ വേണ്ടി ദാസന്മാരും അടിമകളുമായ മനുഷ്യരെ കർക്കശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാള്, ഒരു ന്യായാധിപതി എന്നൊക്കെയുള്ള ധാരണ മനുഷ്യരെ ഭയചകിതരും വിഹ്വലരും ആക്കി മാറ്റുമ്പോൾ വി ആർ ബ്ലസ്ഡ്, വി ആർ വെരി ബ്ലസ്ഡ്. Behold what manner of love the Father has given to us. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. എല്ലാ ഗോത്ര ദൈവ സങ്കല്പങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ പിതാവിനോട് ചോദിക്കുകയും സത്യത്തിൻ്റെ ആത്മാവെന്ന റൂഹായെ നമുക്ക് അയച്ചു തരികയും ചെയ്തു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന ആ ഫെലോഷിപ്പ്, ആ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പ്, ആ ഫെലോഷിപ്പിലാണ് നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17 വായിക്കുന്നു, ലോകസ്ഥാപനത്തിനു മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം ഇവരിൽ ആകുവാൻ. അപ്പൊ പിതാവ് ലോകസ്ഥാപനത്തിനു മുമ്പ് പുത്രനെ റൂഹായിലൂടെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് റൂഹായിലൂടെ നമ്മിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൽ നാം ഒന്നായിത്തീരുകയാണ്. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഏതാണ്? തികഞ്ഞ സ്നേഹം ആ ട്രിനിറ്റിയാണ്. അതുകൊണ്ടാണ് ത്രിത്വത്തിന്റെ മുദ്ര. നമ്മൾ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ ത്രിത്വത്തിന്റെ മുദ്ര. അപ്പൊ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും. അപ്പൊ കർത്താവിന്റെ ജയമുള്ള സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ. പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മ ത്രിത്വത്തിന്റെ മുദ്രയാണ്. അത് സ്നേഹമാണ്, ലവാണ്. അപ്പൊ എത്രയോ ബ്ലസ്ഡ്, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവശാസ്ത്ര ബോധ്യമാണ് സുറിയാനി പിതാക്കന്മാർ നമുക്ക് കൈമാറ്റം ചെയ്തു തന്നത്. അത് വെറുതെ കളഞ്ഞിട്ട് നാശകരമായ മതഭേദങ്ങളുടെ പിന്നാലെ നമ്മൾ പോയി
അവരുടെ തിയോളജിയും അതൊക്കെ ശ്രേഷ്ഠമെന്ന് കരുതി നമ്മൾ വെറുതെ അതിന് പോയി വെറുതെ അനാവശ്യമായി ഭയപ്പെടുകയും അനാവശ്യമായി പേടിക്കുകയും നെഗറ്റീവ് വികാരങ്ങളെല്ലാം ഉള്ളിൽ കയറ്റുകയും ചെയ്തു. എന്നാൽ സുറിയാനി സഭയുടെ വിശ്വാസവും സുറിയാനി സഭയുടെ ലിറ്റർജിയും സുറിയാനി സഭയുടെ തിയോളജിയും നമ്മൾ ഫോളോ ചെയ്താൽ we can enjoy the real joy of Christian life, and we can have that great peace. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, that great peace that passes all understanding. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത ആ വലിയ സമാധാനത്തെ നമുക്ക് നൽകും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സുറിയാനി സഭയുടെ ലിറ്റർജിയിൽ മുഴുകുവാൻ ആ സുറിയാനി സഭാപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ട്രിനിറ്റേറിയൻ ഗോഡ്, ആ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പ്, ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പ്, ആ ട്രിനിറ്റേറിയൻ ലവ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും ദൈവം സംഗതിയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ ആരുടെയും പേര് വിളിച്ചില്ല. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഈ ലൈവിൽ ജോയിൻ ചെയ്തതിന് നന്ദി. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ബൈ.